നിങ്ങളുടെ ഫാദറിനും അങ്കിളിനും ഒക്കെ ഇതേപോലെ മുടി പോയി ബോൾഡ് ആയിട്ടുണ്ടോ, കഷണ്ടിയാവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? നോർമലി നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ഹെയർ ലോസ് ആണ് ഒന്ന് ആൻഡ്രോജെനറ്റിക് അലോപീഷ്യ, ആണുങ്ങളിൽ ഉണ്ടാവുന്ന രീതിയിലുള്ള ഹെയർ ലോസ്. അതേപോലെ തന്നെ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ്, അത് ഫീമെയിൽസിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ബേസിക്കലി എല്ലാത്തിനും പല കാരണങ്ങളുണ്ട്. കൂടുതലും ജനറ്റിക് ആണ്. അതേപോലെ തന്നെ പല ഹോർമോണൽ ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈവൻ നമ്മുടെ ജോബുമായിട്ട്, നമ്മുടെ പ്രൊഫഷനായിട്ട്, സ്ട്രെസ്സായിട്ട് റിലേഷൻ ഉണ്ട്. തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ, പല രീതിയിലുള്ള ഡെഫിഷ്യൻസീസ്, ഈവൻ ചെറിയ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതല്ലാതെയും പല രീതിയിലുള്ള ഡെഫിഷ്യൻസീസിന്റെ കാരണമായിട്ടും പല അസുഖങ്ങളുടെ ഭാഗമായിട്ടും നമുക്കൊന്ന് പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് പനി വന്നു കഴിഞ്ഞ് കടന്നാൽ പോലും നമുക്ക് ഹെയർ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പല ഒരുപാട് ടൈപ്പ് ഓഫ് ഹെയർ ലോസ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് രീതിയിലുള്ള ഹെയർ ലോസ് ആണ്? ഇപ്പോൾ എല്ലാ ഹെയർ ലോസും ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്ന രീതിയിലുള്ള ഹെയർ ലോസ് അല്ല. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ പല രീതിയിലുള്ള ഹെയർ ലോസ് ഉണ്ടാവാം. ഇപ്പൊ നോർമലി നമ്മൾ ഫോക്കസ് ചെയ്യണത് ഇപ്പൊ ഒരു ജനറ്റിക് ആയിട്ട് വരുന്ന ഈ ആൻഡ്രോജെനറ്റിക് അലോപീഷ്യ അല്ലെങ്കിൽ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ്, അങ്ങനത്തെ ഹെയർ ലോസിലാണെന്നുണ്ടെങ്കിൽ പല ടൈപ്പ് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. മനസ്സിലായോ? അപ്പൊ ആദ്യം ഇത് ഡയഗ്നോസ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ ഹെയർ ലോസിനും നമ്മൾ വെറുതെ പോയി PRP ചെയ്യുക അല്ലെങ്കിൽ GFC ചെയ്യുക അങ്ങനത്തെ രീതിയിലല്ല. നമ്മൾ എന്ത് രീതിയിലുള്ള ഹെയർ ലോസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് അതിന്റെ മരുന്നുകൾ കൂടെ എടുത്തിട്ട് അതിന്റെ കൂടെ നമ്മൾ ഈ ഗ്രോത്ത് ഫാക്ടേഴ്സോ അല്ലെങ്കിൽ PRP അല്ലെങ്കിൽ എക്സോസോംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, എക്സോസോംസ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ന്യൂവർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ്. ബേസിക്കലി നമ്മുടെ ബ്ലഡ് എടുക്കാതെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് എക്സോസോംസ് എന്നൊക്കെ പറയുന്നത്. മറ്റേത് ഈ PRP എന്ന് പറയുന്നാലും GFC എന്ന് പറയുന്നാലും അതൊക്കെ നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് നമ്മുടെ ബ്ലഡിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്. എക്സോസോംസിനകത്ത് അത് കംപ്ലീറ്റ്ലി പുറത്തുനിന്നുള്ള ഒരു ഗ്രോത്ത് ഫാക്ടറും അതേപോലെ തന്നെ ഡ്യൂട്ടാസ്ട്രൈഡ്, അതേപോലെ നമ്മുടെ ഈ ഹോർമോൺസിനൊക്കെ, ഈ ഹോർമോൺസ് വന്ന് നമ്മുടെ റൂട്ടിനെ അറ്റാക്ക് ചെയ്തിട്ട് ഈ റൂട്ടിന്റെ സൈസ് ചെറുതാക്കി അവസാനം അടഞ്ഞു പോകും. ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് ബേസിക്കലി. അപ്പൊ ഈ ഹോർമോൺസിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്യൂട്ടാസ്ട്രൈഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഞ്ചെക്ഷൻസ് ആയിട്ട് ഉപയോഗിക്കുക. അങ്ങനെ പല ടൈപ്പ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. സോ എന്താണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക, അതിന്റെ കൂടെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള നമുക്ക് ക്ലിനിക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നമ്മൾ പറയാം. അതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചും നമ്മുടെ സൗകര്യത്തിനനുസരിച്ചും നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എന്നിട്ട് അത് കറക്റ്റായിട്ട് സെഷൻസ് ആയിട്ട് നമ്മൾ ഒരു 4 to 5 സെഷൻസ് ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും. അതിന്റെ കൂടെ നമ്മൾ ഇതിന്റെ പ്രശ്നങ്ങൾ വീണ്ടും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ മരുന്നുകൾ, സിറംസ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. അതും ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അല്ലാതെ നമ്മൾ ഇഞ്ചെക്ഷൻ ചെയ്യാന്നുള്ളത് മാത്രമല്ല, എങ്ങനെയാണ് നമുക്ക് ഹെയർ ലോസ് വന്നത്, അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ തന്നെയാണ് ഇതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ ട്രീറ്റ്മെന്റ് ഫെയിലിയേഴ്സ് കൂടുതലും ഈ ഗ്രോത്ത് ഫാക്ടേഴ്സിനും PRPക്കും ഉണ്ടാവുന്നതിന്റെ മെയിൻ കാരണം എന്ത് രീതിയിലുള്ള ഹെയർ ലോസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യാതെ നമ്മൾ ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ഫെയിലിയേഴ്സ് ഉണ്ടാവുന്നത്. ഇപ്പൊ പല ആൾക്കാരും പറയുക 5 സെഷൻ 10 സെഷൻ GFC ചെയ്തു, PRP ചെയ്തു, പക്ഷെ ഹെയർ ലോസിൽ വ്യത്യാസമൊന്നുമില്ല. അതിന്റെ കാരണം എന്ത് രീതിയിലുള്ള ഹെയർ ലോസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്താലാണ് അതിന്റെ ട്രീറ്റ്മെന്റ് മരുന്നുകൾ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ചെയ്യാത്തോടത്തോളം നമ്മൾ എത്ര ഇഞ്ചെക്ഷൻ ചെയ്തുകൊണ്ടും കാര്യമില്ല. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം.